ഞാനിന്ന് ഉണ്ടാക്കിയത് ചെമ്മീൻ റോസ്റ്റാണ്. അതെങ്ങനെയാണോ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. എന്നാലും ഞാൻ ഉണ്ടാക്കിയ രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. ചെമ്മീൻ കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം അല്ലേ? കറി വയ്ക്കാം, അതുപോലെ ഫ്രൈ ചെയ്യാം, അതുപോലെ വറുത്തെടുക്കാം. എങ്ങനെ ഏത് വിഭവം ഉണ്ടാക്കിയാലും ചെമ്മീൻ കൊണ്ട് എന്തുണ്ടാക്കിയാലും വളരെ ടേസ്റ്റാണ് അല്ലേ? അതിനായിട്ട് ഞാൻ മീഡിയം ടൈപ്പിലുള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വലുതുമല്ല, എന്നാൽ ചെറുതുമല്ല. മീഡിയം ടൈപ്പിലുള്ള ചെമ്മീൻ്റെ തോടൊക്കെ കളഞ്ഞ് ഒരു 250 ml കപ്പിന് 1/2 കപ്പ് ചെമ്മീനാണ് ഞാൻ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് ആ ചെമ്മീനിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ആ മസാല ആ ചെമ്മീനിലൊക്കെ ഒന്ന് പിടിക്കണം. അതിനായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് മസാലയൊക്കെ പുരട്ടി വയ്ക്കുകയാണെങ്കിൽ അതിന് ആ ചെമ്മീനിലെ മസാലയൊക്കെ പിടിച്ച് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനിലേക്ക് ആ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു. അതിലേക്ക് ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. ആ എണ്ണ ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും ഒന്നാക്കി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ കിടന്ന് നമ്മുടെ ചെമ്മീനൊന്ന് നമുക്ക് ഒന്ന് മൂത്ത് കിട്ടണം. എല്ലാം കൂടി ഒന്ന് കുടഞ്ഞങ്ങ് ഇട്ടിട്ട് ഒന്ന് നിരത്തി സ്പൂൺ കൊണ്ട് നിരത്തി ഇട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒത്തിരി തീ കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾക്ക് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം. നമ്മൾക്ക് നിരത്തി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് കറുമുറ ഫ്രൈ ആകുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് പുറം ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് അത്രയും കിട്ടിയാൽ മതി. ഇപ്പം അതിൻ്റെ ഒരു ഭാഗമൊക്കെ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും എന്ത് വറുത്താലും നമ്മൾ എണ്ണ കുറച്ച് നോൺ സ്റ്റിക്ക് പാനിൽ വറുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. കുറേശ്ശെ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുവാണെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ നമ്മൾ ഉപയോഗിക്കരുത്. അതുകൊണ്ട് നമ്മളെപ്പോഴും എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മളുടെ ചെമ്മീൻ ഏകദേശമൊക്കെ മുരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അതിൽ മുരിയാത്തതൊക്കെ നമുക്ക് ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കാം. ഒത്തിരി എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് അത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയല്ലേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് കിടന്ന് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് മുരിച്ചെടുക്കാം. ഏകദേശമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. വേറൊരു നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കുകയാണ് നല്ലത്. ആ ചട്ടി തന്നെ ആ ചെമ്മീൻ മാറ്റിയിട്ട് ഉണ്ടാക്കണ്ട, ഇങ്ങനെ ഉണ്ടാക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ വേറൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു മീഡിയം ടൈപ്പിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഞാനൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉപ്പ് നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ പുരട്ടി വെച്ചതാണ്. എന്നാലും ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു സവോളയിലേക്ക്. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം നമുക്ക്. അതിനായിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോ കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ഒഴിച്ചുള്ളൂ. ഇവിടെ എണ്ണ ഒത്തിരി ആർക്കും ഇഷ്ടമില്ല. എണ്ണ നല്ലതും അല്ലല്ലോ ഒത്തിരി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതുകൂടി ഇട്ട് കൊടുത്തു. ഞാൻ ടൊമാറ്റോയിലേക്ക് ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ ടൊമാറ്റോയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം നമ്മളുടെ ആ ടൊമാറ്റോ. അതിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് അതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളുടെ ടൊമാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ ഇനി അടിയിലുള്ള ആ പൊടിയൊന്നും എടുക്കണ്ട. ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത ചെമ്മീൻ മാത്രം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ആ ഗ്രേവിയിലേക്ക് ചെമ്മീൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഗ്രേവി ആ ചെമ്മീനിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം. അതിനായിട്ട് നമുക്ക് എല്ലാം കൂടി തട്ടിപ്പൊത്തി വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ്. നിങ്ങളിങ്ങനെയല്ലേ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണോ നിങ്ങളുണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് വളരെ ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ ടൊമാറ്റോയ്ക്ക് പുളി കുറവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിട്ട് ടൊമാറ്റോയ്ക്ക് നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്